യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമ്. മൊയ്‌നീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. അവൻ ബാലേട്ടനെ കൊണ്ടുപോയിട്ട് മുസ്ലിമാക്കുക, അയാൾക്ക് സഹിക്കുവോ? അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുപോയിട്ട് നേരെ കാഫിർ വെക്കുക, നമുക്ക് സഹിക്കുവോ? അജുങ്ങൾ ഒക്കെ നേരെ ഒന്നുകിൽ കളരിന്റെ പുറത്ത് അല്ലെങ്കിൽ കുരിക്കള നെയ്യത്ത്. അതിന്റെ ഇടയിൽ വക്കതാരിക്ക് ഉമ്മത്തം വസത്താന്ന് ഇവർക്ക് അറിയില്ല. എത്രത്തോളം ഈ കുറേ ഉണ്ട്. ഇവര് നമ്മളെ കാഫറാക്കിയ മഹാന്മാരെ മമ്പർത്തങ്ങളെ പറ്റി വിഗ്രഹ കാണുകയാണ്. പറഞ്ഞില്ലേ? ഖലീഫങ്ങളെ ചങ്ങലക്കിട്ടിട്ട് കൂട്ടിയിടണോ എന്ന് പറഞ്ഞില്ലേ? അബൂജഹലെങ്ങാനും ഇവിടെ വന്നാൽ നേരെ മർക്കസിൽ പോകും. എന്നിട്ട് ഏറ്റുസ്ഥാനോട് അസ്സലാമു അലൈക്കും, ഞാനാണ് അബൂജഹൽ, നിങ്ങളട്ടോ എന്റെ നേതാവ് അങ്ങോട്ട് പറയും. അങ്ങനെ കാഫറാക്കൽ വിദഗ്ധന്മാർ. ചെറിയ കുട്ടികൾക്കടക്കാർ ഈ കാഫറാക്കുന്ന വിഷയത്തിൽ ഡിപ്ലോമ എടുത്ത ആൾക്കാരാണ് വരിക. അത് ഇയാളെന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഭാഗത്ത് എവിടെ ഇയാൾ താമസാക്കിയപ്പം ചെറിയ 4-5 മുരിയരുട്ടികൾ വരുന്നുണ്ട്. മറ്റേ ചെറിയ കുട്ടികളെ നടക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പം എടാ ബാലേട്ടനോട് പറഞ്ഞു പോയിക്കാട്, ഞങ്ങളോട് പറയണ്ട എന്നിട്ട് ഇങ്ങനെ ഭയങ്കര പ്രഷർ കൂടുന്നുണ്ട്. ഇവര് പഠിപ്പിച്ചിട്ട് കണ്ടില്ലേ? ഈ കോലത്തിൽ കാഫറാക്കിയാൽ പിന്നെ ചെറിയ കുട്ടിയെ കടക്കാൻ തിരിയില്ലേ? അത് പെട്രോളി വാണിക്ക് ഒന്നും ഇങ്ങനെ. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ ഏറി വന്നാൽ 6-7 വയസ്സുണ്ടാവും. അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓൻ്റെ ഒരു സലാം. ഈ പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്‌നീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ ഓൻ്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഇവിടെ മുസ്ലിം വളരെ മുപ്പര് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുശ്രികി സിത്തു എന്നല്ല പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി. മുസ്ലിമിന് മുസ്ലിമിന്റെ മേലുള്ളക്കാ പറഞ്ഞത്. മിസ്റ്റർ ബാലു, നീ പറഞ്ഞത് പ്രകാരം മമ്പർത്തങ്ങൾ വിഗ്രഹമാണ്, സുന്നികൾ മുശ്രിക്കുകളാണ്. ഈ മുശ്രിക്കായ സുന്നികൾക്ക് എങ്ങനെയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയല്? ഉണ്ടോ? അത് പ്രസംഗിച്ചപ്പോ നോക്കണ്ടിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചെറിയ മക്കൾ, ആ മക്കളുടെ സ്വഭാവം പറഞ്ഞിട്ട് നിങ്ങൾ ബിരിയാണിക്ക് മകൾ തുണിയെടുത്തിരിക്കുന്നു, തല ഭംഗിയായിട്ട് മറച്ചിരിക്കുന്നു. എന്റെ 3ാമത്തെ കുട്ടിയുടെ പ്രായമേ കാണൂ. നിങ്ങളെ വലിയ വലിയ മൗര്യമാർക്കുള്ള ബുദ്ധി ഞങ്ങളെ 3ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള ബുദ്ധിയാണ്. അത് സമ്പാദത്തിനൊക്കെ തിരിയുന്നുണ്ടല്ലോ. അതും ഞാൻ പറഞ്ഞുതരാം. മടവൂരികളെ സമ്പാദത്തിനെ പറ്റിയൊരു ചക്കരിയ പറയുന്നുണ്ട്. ജമാഅത്തുകാരുടെ അടുത്തേക്ക് സമ്പാദത്തിന് പോലെ തൊള്ളം കാട്ടിയിട്ട് സുന്നികൾക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഇന്ന് ചക്കരികളായി വേറെ പോയൊക്കെ സമയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ നിങ്ങള്, ഈ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലായി മുജാഹിദ് പ്രസ്ഥാനം ഒരു കാഫറാക്കൽ പ്രസ്ഥാനമാണ്. എത്ര ആളെ മുശ്രിക്കാക്കി. കഴിഞ്ഞ കാലത്ത് ഇമാമിങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കി. എപ്പിസ്താദും ഇക്കസ്താദും അടക്കമുള്ള സകലാളുകൾ മുശ്രിക്കാക്കി. ഈ മുശ്രിക്കാക്കലാണ് സത്യത്തിൽ മുജാഹിദിന്റെ തൗഹീദ്. ഇനി ആ ഭാഗം വിശദീകരിക്കണില്ല. ജമാഅത്ത് ഇസ്ലാമി അതിൽ ഒട്ടും പുറകിലല്ല. അത് പിന്നെ രംഗത്ത് വന്നപ്പോ തന്നെ പറഞ്ഞ എന്താണ്, തൻഗീദോ തഹ്ഖീഖി पैदा करने के बाद पहला काम जो मैंने किया वो यही था अपनी गिरजन से उतर फेंका जो मुझे मेरा अपने मिली थी. പരമ്പരാഗതമായി കിട്ടിയ തൗഹീദ് അത് പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ പുതിയ വിശ്വാസിയായിട്ട് രംഗത്ത് വന്നത് എന്നാ ജമാഅത്തുകാരൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ KC അബ്ദുള്ള മൗലവി, അയാളുടെ പരലോകം ഖുർആനിൽ എന്ന് പറയുന്ന മലയാള പുസ്തകം, ആ പുസ്തകത്തിൽ തുറന്നെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈസ, ഉസൈർ തുടങ്ങിയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ. പിന്നെ ചെന്നിട്ട് പറഞ്ഞു ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ശേഖുമാർ തുടങ്ങിയവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകൾ. വ്യക്തിപരമായിട്ട് വേറെ എഴുതി വെച്ചിട്ടുണ്ട്. പൂജാ പാട്ട് കെ ജഗ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് പൂജക്ക് പകരം ഫാത്തിഹയാണ് എന്ന് ഉറുദുവിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ജമാഅത്ത് ഇസ്ലാമിന്റെ തൗഹീദ് പിന്നെ ഇലക്ഷൻ വന്നതോടുകൂടെ പൊളിഞ്ഞു. എന്തുകൊണ്ട്? ഉൻകി റുക്നിയത്ത് ഹറാം ഹേ ഓർ ഉൻകെ ലിയേ വോട്ട് ദേനാ ഭി ഹറാം ഹേ. വോട്ട് ചെയ്യലും മെമ്പറാകലും നിഷേധിക്കാൻ പിന്നെ ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞ അതേ ജമാഅത്ത് ഇസ്ലാമി ഇലക്ഷൻ അങ്ങോട്ട് അടുത്തു വന്ന് പതുക്കെ പതുക്കെ സോൾഡാറ്റി കൂടെ വന്നിട്ട് വന്നു
അഭ്യർത്ഥ വോട്ട് ചെയ്തതിന് അനിവാര്യം ഇപ്പൊ വോട്ട് നിർബന്ധമാണ്. പക്ഷെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന അഭ്യർത്ഥ പരാജയം ഡബിൾ അനിവാര്യം ഇപ്പൊ തോൽക്കൽ അതിലേറെ അനിവാര്യമാണ്. അങ്ങനെയാണ് ഇപ്പൊ അകപ്പാടങ്ങനെ ഫ്യൂസായ വെളുപ്പന്റെമാരിങ്ങനെ മൂലക്കൽ ഇരിക്കുകയാണ്. അപ്പൊ മുജാഹിദ് കാഫിറാക്ക പ്രസ്ഥാനമായിട്ട് വന്നു, ജമാഅത്ത് ഇസ്ലാമി വന്നു. തബ്ലീഗ് ജമാഅത്ത് എന്ന വേറെ കൂട്ടരുണ്ട്, നല്ല ഇറക്കുള്ള ജുബ്ബ, അതുപോലെ നെരിയാണ്ട മുകളിലുള്ള തുണി, വാല് വെച്ചൊരു തലീക്കെട്ട്, 1.5 കോല അറാക്കിന്റെ കുറ്റി, ചുണ്ടിൽ പിറ്റി ഇതൊരു പുഞ്ചിരി, അതിന്റെ ഒക്കെ പുറമെ പിന്നെ കസ്കസ് മല്ലിച്ചപ്പ് പൊതീന മുന്തിരി ഒക്കെ പാടിയിട്ട് ഇങ്ങനെ 40 ജാഥ പോയ ആൾക്കാരെ നന്നാക്കാൻ നടക്കുന്ന തബ്ലീഗ്. ഈ തബ്ലീഗിന്റെ അപ്പോസ്തലൻ റഷീദ് അഹമ്മദ് ഗംഗോഹി അവർ വായിക്കുന്ന ഫലായിലിന്റെ കിതാബിലൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. മാത്രമല്ല കുത്തുബും മുജദ്ദിദുമാണ് എന്ന് പറയും. തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ ഷാ മുഹമ്മദ് ഇല്യാസിയുടെ മുർഷിദാണ്, ഷെയ്ഖാണ്, മുറബ്ബിയ ഷെയ്ഖ എന്നൊക്കെ അവർ പറയും. ആ പറഞ്ഞ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഫത്താവ റഷീദിയ ഇതിന് പറയുന്നത് മൊത്തം വ്യത്യാസം മാത്രമല്ല, യാ റസൂലല്ലാഹ് എന്നെങ്ങാനും ഒരാൾ വിളിച്ചു പോയാൽ കേട്ടോളൂ, ജബ് അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാം കോ ഇൽമേ ഗൈബ് നഹീ തോ യാ റസൂലല്ലാഹ് കഖനാ ബിന്നാ ജായിദ് ഹോഗാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവില്ലെന്ന് വെക്കുമ്പോൾ യാ റസൂലുള്ളാഹ് മുത്തുനബിയെ എന്ന് വിളിക്കൽ അനുവദനീയമാകാൻ പറ്റില്ല. അഗർ ഏ യഖീദാക്കർക്ക് കഹേ, അഥവാ ഇങ്ങനൊരു വിശ്വാസം വെച്ചുകൊണ്ട് പറയപ്പെട്ടു നോക്കുക, എന്തൊന്ന് ഓ ദൂർസേ സുൻതേ ഹേ, വളരെ വിദൂരയിൽ താനാളൂരും താനൂരും വെച്ച് മക്കത്തും മുക്കത്തും വെച്ച് റസൂലുള്ളാഹിനെ വിളിച്ചാൽ മദീനത്തെ റസൂലുള്ളാഹി കേൾക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ബസബബെ ഇൽമേ ഗൈബ് കേൾക്കുമെന്ന് ചോദിച്ചാൽ അത് തനിച്ച കുഫ്രിയത്താകുന്നു. നിങ്ങൾ അപ്പൊ ബാക്കി മൊയ്തീശക്ക് അവിടെ നിൽക്കട്ടെ, ബദരീങ്ങൾ നിൽക്കട്ടെ. യാ റസൂലല്ലാഹ് യാ സയ്യിദസ്സാദാത്തി ജിതുക ഖാസിദ അർജു റിലാക വ അഹ്തനി ബിഹിമാക. ഓ നേതാക്കൾ, നേതാവേ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല വിളിച്ചെങ്കിൽ ആ വിളിച്ചത് മുഴുവനും കുഫ്രിയത്താണ്. അപ്പൊ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എല്ലാ ടീമും മുൻഗാമികളാകുന്ന മുഴുവൻ ആളുകളെയും കാഫറാക്കിയതാണ്. ഈ കാഫറാക്കൽ വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നുമല്ല, ഖുർആനും സുന്നത്തും കൊണ്ട് എടുത്തുവെച്ചു മുൻഗാമികളൊക്കെ അങ്ങോട്ട് തള്ളി. എന്നിട്ട് അവനവന് തോന്നുന്നത് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. സത്യം. അതായത് അപ്പനും വന്ന് താടി, ഇക്കും വന്ന് താടി, ഇനി ഞാൻ അപ്പാന്ന് വിളിക്കണോ? മുഹമ്മദ് വ്യാഖ്യാനിച്ച ഖുർആൻ ഞാനിപ്പോൾ ഖുർആൻ 3 തവണ റെഫർ ചെയ്തിട്ടുണ്ട്, പിന്നെ ബുഖാരി ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ വാളെടുക്കുന്നവർക്കൊക്കെ വെളിച്ചപ്പാട് എന്നുള്ള അവസ്ഥയിലെത്തി. പിന്നെ വായിൽ വരുന്നതൊക്കെ കോതക്ക് പാട്ടായി, ആർക്കും എന്തും പറയാം. അങ്ങനെ ഇജിത്തിയാത് പരിധി വിട്ടു എന്ന് പറഞ്ഞാൽ എത്രത്തോളം അറിയങ്ങള്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുജ്തഹിദീങ്ങളുള്ള നാട് കേരളായി. കേരളായി ഇത് എന്റെ വക ഞാൻ പറയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ സത്യം തുറന്നെഴുതി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിൽ അവരെഴുതി, നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്ത് പറയാൻ ലജ്ജിച്ചു. ഒരു ഇമാം ഷാഫി ഇമാം പറഞ്ഞതുപോലെ, മാലിക് ഇമാം പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് മോശമായി കണ്ടു. പിന്നൊക്കെ അപ്പിന സ്വന്തം വിശദീകരിക്കാൻ കേട്ടോളൂട്ടോ. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. എല്ലാ മുജാഹിദീങ്ങളും ഖുർആൻ നോക്കിയിട്ടാണ് വിധി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചാക്കിക്കുട്ടി പണ്ട് താമൂത്തി അർത്ഥം മതിയല്ല കാര്യം ചോദിക്കാൻ നിങ്ങൾ. ഓരോ മുജാഹിദ് ഖുർആൻ നോക്കിയിട്ട് ആന മനസ്സിലാക്കി ജീവിക്കാൻ തീരുമാനിച്ചാൽ, അങ്ങനെ ചേകനൂരുണ്ടായത്, അങ്ങനെ മൗദൂദി ഉണ്ടായത്, അങ്ങനെ തന്നെ മുജാഹിദ് പലതും ഉണ്ടായത് കേട്ടോളൂ, തീർന്നിട്ടില്ല. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകൾ അഥവാ മുജ്തഹിദ് മുത്തലഖുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല.
നിങ്ങള് അപ്പൊ നമ്മുടെ കേരളത്തില് കുറെ മുജത്തഹിദീങ്ങള് നന്നാക്കി ഇങ്ങോട്ട് വന്നു. മുജത്തഹിദീങ്ങളൊക്കെ ഖുർആൻ ഹദീസ് മുമ്പിൽ വെച്ചിട്ട് പല നടക്കും ഇങ്ങനെ ഗവേഷണം നടത്താൻ നോക്കി. അങ്ങനെ ഗവേഷണം നടത്തിയപ്പോൾ ഒരു പറഞ്ഞു അത് ശിർക്ക, ഇത് ശിർക്ക, ഓൻ കാഫിറ, മറ്റ കുഫിയത്ത, ഇത് ഗിർക്ക, അത് വിദ്യത്ത. ഓന് കിട്ടിയത് വെച്ചിട്ട് ഓനോട് പറഞ്ഞു. നമ്മൾ അതിന് ശരിക്കും ഗണ്ണിച്ചു, പിടിച്ചു നിർത്തി മുസ്ലിം ഉമ്മത്തിനെ. കുറച്ചിങ്ങനെ കഴിഞ്ഞ് വന്നപ്പോ സുബ്ഹാനല്ലാഹ് മുജാഹിദീങ്ങളെ കാഫിറാക്കാൻ തുടങ്ങി. അതായത് അവര് വാളെടുത്തവൻ വാളാൽ, ശിർക്ക് പറഞ്ഞവൻ ശിർക്കാൻ. അത് ഏറ്റവും തെളിവാണല്ലോ ഈ ബാലുശ്ശേരി മൗലവിന്റെ പറഞ്ഞിരുന്നത്. ഈ മഹാന്മാരെ മക്ബറൊക്കെ സിയാറത്ത് ചെയ്ത് ശിർക്ക് ചെയ്തിട്ട് ഹജ്ജിന് പോവുകയാണ്. അതുകൊണ്ട് 25 ലക്ഷത്തോളം ആൾക്കാരെത്തുന്ന ഹജ്ജിന് 5 ലക്ഷം ഉള്ളൂ മുസ്ലിമീങ്ങൾ, ബാക്കിയൊക്കെ ഇസ്ലാമെന്ന് ഔട്ടാണ്. ആ പ്രസംഗിച്ച സീഡി പോകണേന്റെ മുമ്പ് ബാലുശ്ശേരി മുജാഹിദിന് ഔട്ടായി. നിങ്ങള് പാടത്ത് പണിയെടുത്തതിന് വരമ്പത്തല്ല കണ്ടെത്തു കൂടി. കേരള നേതൃത്വ മുജാഹിദിനെങ്ങാനും സൗദി അറേബ്യന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിൽ കാണുന്ന മുഹമ്മദ് നബിയുടെ കബറുള്ള പട്ടികടത്തു ഞങ്ങൾ. കേരള നേതൃത്വ മുജാഹിദിന് കേണം. ഇതിന് സൗദി അറേബ്യന്റെ ഭരണം കിട്ടുക അതിന്റെ മോനജാബ ചിന്താവാദരണമായിരിക്കാണ്. അപ്പൊ കേരളത്തിലല്ല ഏതോട്ടെ ആ അധികാരം കിട്ടിയാൽ റസൂലുള്ളാഹിന്റെ റൗള തട്ടി നടത്തും. ആ പ്രസംഗിച്ച മൗലവിയെ കേന്ദ്രം തന്നെ തട്ടി നടത്തി. എന്നാ നിങ്ങൾ പഠിച്ചോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ വിമർശിച്ചാൽ, അതുപോലെ മഹാന്മാരെ നിന്ദിച്ചാൽ അതിനിങ്ങനെ വരിക, ഒരു റിയാക്ഷൻ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കാൻ. പിന്നെ അതേ സദായി പറഞ്ഞിരുന്നു, മടപൂരികൾ ഇനി കുറച്ച് പോകാണ്ട് ഏത് കേന്നമേ ശുദ്ധിയാകാണ്ട് കേണം. ഇനിയും കുറച്ചാൾക്കാർ പോയെങ്കിലേ കേന്നമ ശുദ്ധിയാവുള്ളൂ. നോക്കുമ്പോ കണ്ടിക്കണ് പയഞ്ചക്ക വീണമായിരിക്കും ഒരച്ചു കേനമെന്ന്. ഇപ്പൊ ഇങ്ങനെ കേക്കൊഴിച്ചുകൊണ്ട് നടക്കുകയാണ്. ആര്? സാക്ഷാത്കരിസ്വരായി. നോക്കിക്കോളൂ നിങ്ങൾ. ഇങ്ങനെ കേരളത്തിന്റെ മുക്കും മൂലയും അല്ലെങ്കിൽ തന്നെ മുജാഹിദ് സ്റ്റേജ് കെട്ടിയാ ശിർക്കി വിദഅത്ത് ഇതല്ലാതെ പറയല്ല. നോക്കൂ നിങ്ങൾ. ഇപ്പൊ ഈ മഴയൊക്കെ കഴിഞ്ഞിക്കാണ്ട് പഴയ കാലത്ത് കണ്ണൂട്ടിലൊക്കെ തുടങ്ങി ആ നിലക്ക് മോടം പതുക്കുന്ന നേരത്തുള്ള ഒരു പക്ഷി പുറപ്പെടാൻ, ആ പക്ഷി ഇങ്ങനെ പരണ വാക്കിൽ കുട്ടികൾ അർത്ഥം വെക്കലുണ്ട്. ഇല്ലേ? ഇപ്പം അട്ടത്ത് വിത്തും കൈക്കോട്ടും എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് എന്ന് പറഞ്ഞ മാതിരി മുജാഹിദ് പരിപാടി വെച്ച ശിർക്കി വിദഅത്ത് ഇതല്ലാതെ ഏർപ്പാടുണ്ടാവില്ല. നേരെ മറ്റ് നമ്മൾ പറയുകയാണെങ്കിലും എന്തൊക്കെ ചരിത്രങ്ങളും മഹാന്മാരെ കിസ്സകളും പൂർവ്വകാലത്തെ മഹാന്മാരെ ചരിത്രങ്ങളും കറാമത്തും ബാല്യം മോലും നമ്മളൊക്കെ വളർന്ന് ഹിന്ദുക്കൾക്കടക്കം കേൾക്കാൻ രസമാണ്. ഒരു പേരും പിരിവും തരും. കാരണം ഔലിയാക്കന്മാരെ കറാമത്തിന് ഇവിടെ ഉണ്ടായതിന് മൂല്യപ്പണിയാണത്. മുമ്പൊക്കറിയാം. അന്ന് മഴയ്ക്ക് വിഷമിച്ചപ്പോ ഈ പാറമ്മ ഇരുന്നിട്ടല്ലേ മൂപ്പര് പ്രാർത്ഥിച്ചത്. ചെയ്തിലേ മഴ ആരെ കറാച്ച ആശാന്റെ റിപ്പോർട്ടാണ്. കാരണം ഓരോ അനുഭവിച്ചതാണ്. ഇങ്ങനെ തുടങ്ങി പഴയക്കാലത്തെ സൗഹാർദ്ദം മുസല്ല വിരിച്ചിട്ട് ബഹർ കൂടെ വന്നത്, പാറക്കല്ലുമ്മൽ ഇരുന്നിട്ട് യമനിൽ നിങ്ങട്ടെത്തിയത്, ഇതൊക്കെ കറാമത്ത് പറയുമ്പോൾ അത്ഭുതത്തോടു കൂടെ കേൾക്കുകയും നമ്മളെ പറ്റി മതിപ്പുണ്ടാകുകയും ചെയ്യാൻ. മുജാഹിദീങ്ങളെ വേലഘട്ട മതിപ്പല്ല മടുപ്പുണ്ടാകുകയാണ്. നമ്മളെ കരിമ്പനാക്കൽ പറഞ്ഞില്ലേ, പണ്ട് കുറച്ച് സുന്നീന്നൊക്കെ കുറച്ച് തലയിൽ കെട്ടിട്ട് ജാതിയൊക്കെ മുജാഹിദിക്ക് ഇങ്ങനെ പോയപ്പോഴേ അതിന്റെ അവസ്ഥ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. മുജാഹിദിക്ക് ഇങ്ങനെ പോയപ്പം ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് നോട്ടീസിൽ എഴുതിയില്ലേ. അപ്പൊ കേരള ഗ്രൂപ്പിലാണുള്ളത്. അന്ന് കരിമ്പനാക്കൽ പറഞ്ഞു എന്തുകൊണ്ട് മുജാഹിദായി എന്നല്ല, ഇവർ എന്തു കണ്ട് മുജാഹിദായി എന്നാ ചോദിക്കേണ്ടത്. അങ്ങനെ മൂപ്പർ അന്ന് പറഞ്ഞിരുന്നു. അത് ഇൻഷാ അല്ലാഹ് അപ്പൊ ആ കൂട്ടരൊക്കെ എവിടെ എത്തിയെന്ന് ഞാൻ കാണിച്ചൊക്കെ ഇട്ടിട്ട് തന്നെ പറയാം. അപ്പൊ എന്നത് പഴയ കാലത്ത് മുസ്ലിംകളെ പരിപാടി കേട്ടാൽ മതിപ്പുണ്ടായിരുന്നു. മുജാഹിദ് ജമാഅത്ത് രംഗത്ത് നിന്ന് മടുപ്പുണ്ടായി. എന്തേ? മുജാഹിദ് ഇങ്ങനെ പച്ചീല് മൊയ്തീച്ചേക്കനെ ജോക്കർ മൊയ്തി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കൽ തുടങ്ങി, മക്കബറ പൊളിക്കെന്ന് പറയൽ തുടങ്ങി, അമ്പലത്തിന് കുറ്റം പറയൽ തുടങ്ങി, നിങ്ങളെ പൂജ ഇത് ഒന്നാന്ന് പറയൽ തുടങ്ങി. അങ്ങനെ ഇങ്ങോട്ട് പല വെറുപ്പിച്ചു. ജമാഅത്തുകാർ പിന്നെ അങ്ങനെ വെറുപ്പിക്കാൻ പോകൂല. നാടകം കഴിച്ചിട്ട് ഇങ്ങനെ അരപ്പാക്കി, അങ്ങനെ നാടകം കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അരപ്പാക്കുക. തെബിലികാർക്ക് അതിനൊന്നും നോക്കൂല. നമുക്ക് മരിക്കണ്ടേ, മരിക്കണം ഉറപ്പഞ്ഞല്ലേ. ഇനിയിപ്പോ നിർത്താ അങ്ങനെ പറഞ്ഞിക്കാണ്ട് പറയും നമുക്ക് യാത്ര പോകണ്ടേ, എവിടേക്ക് കോഴിക്കോട്ടേക്കല്ല പലോകത്തേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു കാണ്ട് ഇങ്ങനെ പതുക്കെ ഐറ്റം കൊടുക്കും. ഇത് കണ്ട് ഈ നമ്മുടെ അന്തരീക്ഷം മലിമസമായി തോക്കിയത് ഉറുപ്പിയൊക്കെ 2 കിട്ടാൻ അവസ്ഥയിലെത്തി. അപ്പോഴാണ് നമ്മുടെ നേതൃത്വം ഏതാണ് ഒറിജിനൽ തൗഹീദ്.
ഇവരിങ്ങനെ തൗഹീദ് പറയല്ലാതെ അത് ഒറിജിനൽ തൗഹീദല്ല. ഒറിജിനൽ തൗഹീദ് ഏതാണ് എന്ന് ആളുകൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് തൗഹീദിന്റെ ശരിക്കും തൊലി ഉരിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ മുൻഗാമികളാ മുഴുവൻ ആളുകളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ സത്യത്തിൽ തൗഹീദ് വിശദീകരിക്കാൻ ഇറങ്ങിയത്. അവിടെ നമ്മൾ അടിസ്ഥാനപരമായി പറയണത് എന്താ? തൗഹീദ് പഠിപ്പിക്കേണ്ടത് റസൂലുള്ളാഹിയാണ്. ആ റസൂല പഠിപ്പിച്ച് കേട്ട സ്വഹാബത്താണ്. അവരെ കണ്ടത് താബീയങ്ങളാണ്, അവരനുഭവിച്ച താബീയങ്ങളാണ്. ആ തലമുറയിൽ ഇമാമിയങ്ങൾക്കൊന്നും കിട്ടാത്തൊരു തൗഹീദ് നമുക്ക് വേണ്ട. ഓല് പറയാത്തൊരു വിശദീകരണേ നമ്മൾ കേൾക്കണ്ട. ഓൽക്ക് ഇല്ലാത്തൊരു ഈമാനെ നമുക്ക് ഉണ്ടാകണ്ട. അതുകൊണ്ട് പൂർവികരായ സലഫിനെയും ഖലഫിനെയും ഒക്കെ അംഗീകരിക്കണം. അത് നിങ്ങൾ വിട്ടു, അതാ നിങ്ങൾക്ക് പറ്റിയ കുഴപ്പോ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞപ്പം മേത്തേക്ക് ചാടിയിരുന്നു. എന്നാൽ ഇപ്പൊ സക്കരിയും പറയാൻ തുടങ്ങി, ബാലുശ്ശേരിയും പറയാൻ തുടങ്ങി. അത് പറയാൻ തുടങ്ങി. നമ്മക്ക് ആ വിട്ടതാണ് കുഴപ്പം. കാരണം അവനാണ് മേത്തേക്കാണ് പറ്റിയപ്പോ ഓക്കെ കിട്ടിയപ്പോ തോന്നണ്ടാണ് തോന്നി. ഒന്ന് പറഞ്ഞോട്ടെ സക്കരി ആദ്യം, പിന്നെ ബാലുശ്ശേരി. ഹദീസുകൾ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത സലഫിയത്ത്, സലഫ് സാലിഹുകളുടെ മൻഹജ് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളും സലഫിയത്ത് കൂട്ടാതെ കുറക്കാതെ നമ്മൾ ലോകത്തുടനീളമുള്ള സലഫികൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നവരും തമ്മിലുള്ള തർക്കമാണ് വാസ്തവത്തിൽ ഇതിന്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ മടവൂരികൾ പോയപ്പോ കൂടെ പോകാതെ കുറച്ച് ആളുകൾ ഇതിൽ ബാക്കിയായി. അവരെ മനസ്സിന് ഇപ്പോഴും മടവൂരിസം തന്നെ ഉള്ളത്. അവരെ മനസ്സിന് മടവൂരിസം ഉള്ളത്. അത് അവർ പുറത്ത് കാണിക്കാതിരുന്നത് നമ്മുടെ 2002 മുതൽക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിൽ അവർക്ക് തലപൊന്തിക്കാൻ ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. പടവൂരിയോടെ പറയണത് എന്ത്? സലഫ് സാലിഹുകളുടെ മാർഗം, ആ സലഫുകളുടെ മൻഹജ് അത് വിട്ടു കളിച്ചതാണ് ഇപ്പത്തെ മുഴുവൻ പ്രശ്നങ്ങളും കാരണോ. ഇപ്പൊ കുറിച്ചതാ കണ്ടു. അവനാണിങ്ങനെ കിട്ടിയപ്പോ തോന്നിയതാണ്. ഇനി ബാലുശ്ശേരിയും പറഞ്ഞോട്ടെ, ഓൻ പറഞ്ഞ തന്നെയാണ്. നമ്മൾ കുറച്ച് മുഹദ്ദിസീങ്ങളുടെ ഇറങ്ങിക്കെടുപ്പം ആ പറച്ചു കേൾക്കാൻ്റെ രസം. ഇതുവരെ കിട്ടിയ അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ഹദീസ് വെച്ചിട്ട് സുന്നേളെ അടിച്ചിരുന്ന ബാലുശ്ശേരി, ഞാൻ ബാലുശ്ശേരി മുജാഹിദ് എന്റെ പേരല്ലേ, എന്റെ ബാപ്പന്റെ പേര് മുജാഹിദാണ്, എങ്ങനെ ഒത്തു കിട്ടിയ അള്ളാഹു ചാക്കിക്കൊത്തൊരു ചങ്കാരൻ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടല്ലോ. ഈ കോലത്തില് പറഞ്ഞിന്റെ ചങ്ങാതി ഇപ്പൊ പറഞ്ഞെന്താ നിങ്ങള് ഞമ്മക്ക് ഒരു മുഹദ്ദിസീങ്ങൾ ഇപ്പൊ കുറച്ച് ഹദീസ് കിട്ടിയപ്പോഴേ ഒന്നാണ് പറഞ്ഞോട്ടെ മൂപ്പരനെ, എന്നാലും മാത്രത്തിലാവുള്ളൂ. ആൾക്കാരിപ്പോ മഹാ മുഹദ്ദിസീങ്ങളും അറിവുള്ളവരും അവരുള്ളോ തൗഹീദ് തെറ്റുപറ്റി, അഖീദ തെറ്റുപറ്റി, കാഴ്ചപ്പാടില്ല. ഞമ്മക്കോ അത് പറ്റൂല, അത് കണിശമാണ്. അതിന് തെറ്റ് പറ്റിയെന്നെങ്ങനെ ഒരക്ഷരം ചൂണ്ടിക്കാണിക്കാം വിടൂലല്ലേ, ബുദ്ധിമുട്ടിച്ചറിയോ. ദീനല്ലോ വളരെ അടിയിൽ മോളിന് മറക്കണോ ദീനല്ലോ. ഏത് ഈ കാലം വരെ വഹാബികൾ കെട്ടിപ്പടുത്തിരുന്ന ചീട്ട് കൊട്ടാരങ്ങള് ഇവിടെ പൊളിഞ്ഞ് തരിപ്പണമായിരിക്കുന്നു. ഇതുവരെ ഹദീസുണ്ട് ആയത്തുണ്ട് എന്ന് പ്രസംഗിച്ചിട്ട് അൽക്കൗമനങ്ങനെ നിർത്തിയിട്ട് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി. അട്ടോന്റെ കിങ്കലെത്ര നിങ്ങള് എന്തേ കാരണം സ്വന്തം ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചത് തിരിച്ചിങ്ങോട്ട് പറ്റി. ആശാനെ കളരി തല്ലി. ഇതുവരെ ശിഷ്യന്മാർ കടവ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു, 18 അടവും പഠിപ്പിച്ചു കൊടുത്തു. അവസാനം പറഞ്ഞു തെറ്റിയപ്പോ കളരിന്ന് കുരിക്കൾ തന്നെ ശിഷ്യന്മാരെടുത്തു. അവസാനം കുരിക്കൾ 19ാമത്തെ അടവ് ഉപ്പനെടുക്കേണ്ടിയിരുന്നു. അതേതാ? അവായിച്ചൊരു പൂരി കൈ പിടിക്കുക, തുണി മടക്കി കുത്തുക, ഒരൊറ്റ ഓട്ടം മടമ്പ് പെരടി തട്ടണം ജാതിയിൽ. നിങ്ങൾ ഇപ്പൊ ഇതിങ്ങനെ മേലക്കാണ് കൊണ്ടുവന്ന് കണ്ടപ്പോ ബാലുശ്ശേരി വരെ വിടൂല. എന്തേ കാരണോ? ഇന്നെ മുശ്രിക്കാക്കി. അവിടെ വിഷയം ബാലുശ്ശേരിനെ മുശ്രിക്കാക്കി പോലും ആര്? ബാലുശ്ശേരിന്റെ കൂട്ടത്തിന് മുജാഹിദീങ്ങൾ ജമ്മാന്തരം ഒന്നിട്ട് കൊടുത്തു. മോനെ 2.5 മാസക്കാലം എനിക്ക് നേരെ വന്ന പല ആരോപണങ്ങളും ഞാൻ ക്ഷമിച്ചു വിശദീകരിച്ചില്ല. അതൊക്കെ വ്യക്തിപരമാണ്. എന്നാൽ ഞാൻ നരകാവകാശിയാകുന്നു, മുശ്രിക്കാകുന്നു എന്നൊരു പത്രത്തിൽ അത് ഞാൻ വിടില്ല. അത് ഞാനിവിടെ പരാമർശിക്കുകയാണ്. ആ ഭാഗം തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഭൗദൈവ ആരാധന
ശിർക്ക് അല്ലെന്ന വാദമാണ് സക്കരിയ സലായിക്കെതിരെ നടപടി വരാനുള്ള കാരണം. ചങ്ങായിമാരെ, ഒരു കാര്യങ്ങൾ ആലോചിക്കുക. സക്കരിയ സലായി ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ജീവിച്ചിരിക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഉണ്ടോ എന്ന് വാഹനത്തിലേറി, ട്രെയിനിലേറി, യാത്ര വന്ന്, ബസ്സിലേറി, ടൂ വീലറിൽ വന്ന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിച്ചുകൂടെ? ചോദിച്ചുകൂടെ? ക്ലിയർ ചെയ്തുകൂടെ? ഇതേ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ മിസ്റ്റർ ബാലുശ്ശേരി. മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സൂഫിയാക്കന്മാരും ശുഹദാക്കന്മാരുമാകുന്ന ബദരീങ്ങളെ കാക്കണേ, ഉയ്തിശഹേ രക്ഷിക്കണേ എന്നിങ്ങനെ തുടങ്ങി മരണമടഞ്ഞു പോയ മഹാന്മാരുണ്ടോ? ആ മഹാന്മാർ നടത്തുന്ന ഇസ്തിഹാസ ഞങ്ങൾ നടത്തുമ്പോൾ അതവർക്ക് ചെയ്യുന്ന ആരാധനയാണ് എന്ന ചിന്ത ഞങ്ങളെ മനസ്സിലുണ്ടോ? അവർ ദൈവമാണെന്ന ചിന്ത ഞങ്ങൾക്കുണ്ടോ? അതോ പടച്ചതമ്പുരാൻ കൊടുത്ത മോചിതത്തെ കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസയാണോ എന്ന് വാഹനത്തിൽ കയറണ്ട, ടൂ വീലറിൽ വരണ്ട, നടന്നു വന്നിട്ടൊന്ന് ചോദിച്ചുകൂടെ, മനസ്സിലാക്കിക്കൂടെ? ഇത് നിങ്ങൾക്ക് മാത്രം പറ്റിയ ഇത് നിങ്ങളെ ഉത്തരത്തിൽ കുത്തിയപ്പം ചോദ്യം നിങ്ങൾക്കില്ലേ? മമ്പർത്തങ്ങളെ കാഫറാക്കിയപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു മിസ്റ്റർ ബാലുശ്ശേരി, അല്ലേ? അസംമൂലർക്ക് കത്തയച്ചപ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു ബാലുശ്ശേരി. ഈ ഉസ്താദിനെയും ഏറ്റു ഉസ്താദിനെയും കാഫറാക്കിയപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു മിസ്റ്റർ ബാലുശ്ശേരി. ഇപ്പോൾ സുന്നി കേരളത്തിനെതിരെ നിങ്ങൾ നടത്തിയ ഒരു നൂറ്റാണ്ട് തികയാത്ത ശിർക്കൻ വിപ്ലവം ഭൂവറാന് പോലെ തിരിച്ചു വന്നിരിക്കുന്നു നിന്റെ നെഞ്ചിലേക്ക്. ഇതാണ് സത്യം, ഇതാ സത്യം. എന്നിട്ട് ഇപ്പൊ കാഫറാക്കി മമ്പർത്ത പാപ്പ വിഗ്രഹമാണ് എന്നിട്ട് പ്രശ്നമല്ല, അല്ലേ? നവവി ഇമാം ശിർക്ക് ചെയ്തു പറഞ്ഞ പ്രശ്നമല്ല, അല്ലേ? അബൂ ഹനീഫ ഇമാം മുശ്രിക്കിലെ പട്ടിക്ക് വിഷയല്ലേ? 1.25 ഉറുപ്പ്യന്റെ മുജാഹിദ് മൗലവിനെ പറ്റി പറഞ്ഞ ഭയങ്കര വിഷയം. നോക്കിങ്ങള്, ഇത് ബാലുശ്ശേരി മാത്രല്ല, സക്കരിയ അങ്ങനെ തന്നെയാണ്. സക്കരിയ പറഞ്ഞത് കേട്ടോളി, നിങ്ങൾ ശിർക്കാരോപണം സഹിക്കൂല മാസത്തോളം സഹിച്ച് വീട്ടിലിരിക്കുകയാണ്. ഇതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ നേതാക്കന്മാർ ഉണ്ടാക്കും എന്ന് വിചാരിച്ചു പലരും പറഞ്ഞു നോക്കി ഇത് പരിഹരിക്കണം. ഓൽക്ക് പരിഹരിക്കാനുള്ള പ്രശ്നമല്ല, ഓൽക്ക് ആധാരം വാങ്ങിയാൽ മതി. ആധാരം ഇങ്ങോട്ട് കൊണ്ടിരിപ്പ ആളൊന്നും ഇവിടെ വേണ്ട. ഈ രൂപത്തിലേക്ക് നീങ്ങിയിട്ട് നമ്മളെ പേരിൽ ശിർക്ക് ആരോപിച്ചു പുറത്തായിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്നു. അധികാരങ്ങളയിലാണ്, ശീലങ്ങളയിലാണ്, ജനാധിപത്യ രീതി നിങ്ങളാ വന്നത്, ആയിക്കോട്ടെ. പക്ഷെ ശിർക്ക് ആരോപിച്ചാൽ വിടൂല, അത് വിടൂല എന്ന് മാത്രമല്ല, കേരളം മുഴുവൻ ഞങ്ങൾ വിശദീകരിക്കും. കഴിഞ്ഞ ഒരു വർഷമായി ഏകപക്ഷീയമായ വിശദീകരണങ്ങളുമായി നടന്ന് മുവഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാണ്. എന്തെല്ലാം ആളുകൾ ഉണ്ടാക്കിയതറിയോ? മടവൂരികള് അബ്ദുൽ ജബ്ബാർ പോലെ വിളിച്ച് ചോദിച്ചു. അപ്പൊ ഇനി പറയാൻ ഈ കാലം വരെ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾക്ക്. ഇവിടെ ഇവനെ പറ്റി മുശ്രിക്കാണ് എന്ന് ശിർക്കാരോപണം ആരെ? കുഞ്ഞാടുകൾ. നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കുഞ്ഞാടുകളുണ്ട്. നിങ്ങളെ കൂടെ ഇടത്തും വരത്തും നിന്ന് ഈ നേന്ത്രവായ്ക്ക് മുട്ടുകൊടുക്കണ മാതിരി നിങ്ങളൊപ്പം സമ്പാദത്തിൽ നിന്നാണ് അനിത കായക്കോടിയും അതേപോലെ തന്നെ നമ്മൾ അനസുമൊക്കെ ആ മുറ്റാണ് ഇപ്പൊ നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് കോച്ചിങ് തന്ന ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങളെ ഗുരു ഉണ്ടായിരുന്നു. ആര്? സാക്ഷാൽ സലഫി അടക്കോ, അബ്ദുസ്സലാം അടക്കോ. ഇപ്പൊ എന്ത് സംഭവിച്ചത്? മഹാന്മാരെ കാഫറാക്കിയപ്പോ പകരം അത് നിങ്ങൾ സഹിച്ചു. നിർപ്പൂര് പറയാ, ഇടവണ്ണങ്ങൾ കൂടിയിട്ട് മുഖാമുഖം നാടകം നടത്തിയില്ലേ? എന്തിനാ നടത്തിയത്? മുവഹിദുകളെ മുശ്രിക്കാക്കാനല്ലേ? ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. ഭയങ്കര പല്ലുമെന്നുള്ളിയ പറ്റുപ്പോ ആ കുളത്തിൽ പദം വന്ന് കിടണം. കാരണം 6 മാസം സഹിച്ച് ഞാൻ ഇരിക്കേനു ഇവിടെ. ഇനിയിപ്പോ നോക്കിയിട്ട് കാല ജില്ല തോറും വിശദീകരിക്കാണ് ആണ് പറഞ്ഞുകൂടി. നിങ്ങളെ ബേക്കിന് വിശദീകരിക്കാൻ മടവിന്റെ ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ ഒക്കെ ബേക്കിന് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഞങ്ങളും വരുന്നുണ്ട്. അതാണ് നമ്മൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. നിങ്ങളെ 3-4 കൂട്ടരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 പൂട്ടുക. 4-5 ചാനൽ പൂട്ടട്ടെ, എന്നിട്ട് അതിന്റെ ശേഷം നാറും കെട്ടിട്ട് ഞങ്ങളും ബേക്ക്. എന്നിട്ട് നോക്കുമ്പോൾ ജനങ്ങൾ പഠിക്കട്ടെ നോക്കിയത് ഇട്ടുകൊടുക്കുന്നത്. ഇപ്പൊ ഇടവണ്ണയിൽ മുഖാമുഖം നടത്തിയല്ലോ. മുവഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി
രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ നീണ്ടു നിൽക്കുന്ന മുഖാമുഖ നാടകം. ഇങ്ങനെ രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ നടത്തിയ മുഖാമുഖ നാടകം ആരാ നടത്തിയത്? മുജാഹിദ്. എവിടെ? എടവണ്ണ. എന്തിന്? മുവഹിദുകളെ മുശ്രിക്കാക്കാൻ. ഇത് നിങ്ങളൊരു നൂറ്റാണ്ട് ചെയ്തില്ലേ? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് മുശ്രിക്കാക്കി. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമല്ല. 10 മണി മുതൽ 1 മണി വരെ മുശ്രിക്കാക്കി പ്രശ്നോ? എന്ത്? ആരാന്റെ കണ്ണിലെ കരട് ഇത് നോക്കിട്ട് അവനാരെ കണ്ടിട്ട് കുന്തം കഴിഞ്ഞിട്ട് പോരെ മൗലവിയെ പറയാൻ. ആലോചിക്കണം. ഇപ്പൊ സുന്നിയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റാ നിങ്ങള്. ഇപ്പൊ ബാലുശ്ശേരി പറയുന്നത് സുന്നിയോട് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സുന്നികൾ പോലും നമ്മളെ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളല്ലേ പറഞ്ഞത്? ഇട്ടുകൊടുക്കുവാനെ കേൾക്കട്ടെ. വിചാരിങ്ങൾ പ്രത്യേകിച്ചും കേൾക്കുക. പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു ശത്രുക്കൾ പോലും നമുക്ക് നേരെ ശിർക്കാരോപിച്ചിട്ടില്ല. ഇല്ല. സമസ്ത പോലും മുജാഹിദുകളെ മുശ്രിക്കാണെന്ന് കാര്യമായി വിമർശിച്ചിട്ടില്ല. പക്ഷേ മുജാഹിദുകളിൽ ശിർക്കുണ്ടെന്ന് പിരിഞ്ഞുപോയതുകളെ അവരോടൊപ്പം ചേർന്നവരെ നിങ്ങൾ പറയുന്നതിന്റെ അപകടം എന്ത്? ദുർവ്യാഖ്യാനം തോന്നിയതുപോലെ. അതുകൊണ്ട് ഉറപ്പിച്ച മനസ്സോടെ മാത്രമല്ല ഒന്ന് എഴുന്നേറ്റ് യുവാക്കളെ പോലെ ഒന്ന് പ്രഖ്യാപിച്ചോണ്ട് ഉറപ്പിച്ചോളി. എന്റെ മുജാഹിദ് പോലെയാൻ പോകുകയാണ്. ഉറപ്പിച്ച് പിടിച്ചോളി പറയാൻ പോകുകയാണ്. തകർന്ന് തരിപ്പണാകാൻ പോകുകയാണ്. എന്തേ പറഞ്ഞത്? സുന്നികൾ പോലും മുജാഹിദുകൾ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ബേജാറുണ്ട്. പണ്ട് എലി പറഞ്ഞില്ലേ, തട്ടും പുറത്തുനിന്നുള്ള വീണ വേദനയൊക്കെ സഹിക്കാൻ പൂച്ചന്റെ തടവല സഹിച്ചുവിടാത്തത് ഏതായാലും നല്ലതിനല്ല. അത് നല്ലതിനല്ല. അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവപ്പൊ സുന്നികളെ നന്നാക്കി പറഞ്ഞെന്തിനാണ്? മടവൂർ ഗ്രൂപ്പിനും കേരളം ഗ്രൂപ്പിനും മോശാക്കാനാണ് നോക്കണങ്ങൾ. ഇവിടെയൊക്കെ നല്ല ഭാഷയിൽ നിൽക്കുമെന്ന് പറയാനുള്ള കാര്യങ്ങള്. പണ്ട് ബാലുശ്ശേരി മൗലവി ഹജ്ജിനൊക്കെ ഒരു മനുഷ്യൻ പോകാന്ന് പറഞ്ഞാൽ തൗഹീദില്ലാത്തതും കൂട്ടി ഹജ്ജിന് പോകുമോ? ഇവിടെ ചിലപ്പം മുജാഹിദിന്റെ സമ്മേളനത്തിന് സുന്നി സമ്മേളനത്തിന് മുജാഹിദും പോകും. എന്തിന്? പത്തക്ക വിൽക്കാൻ. അങ്ങനെ കൂട്ടിക്കോളി. ഈ ഹജ്ജിനിപ്പോ കരളൊക്കെ വിൽക്കാൻ 2 ലക്ഷം മുടക്കി പോകില്ലാന്ന് ഉറപ്പല്ലേ? ഈ പണിയും തൊഴിലൊക്കെ നിർത്തിവെച്ച് കാര്യങ്ങളൊക്കെ വിഷമം സഹിച്ച് കാലാവസ്ഥയും സഹിച്ച് 2.5 ലക്ഷം മുടക്കിയിട്ട് കഅബത്തെങ്കിൽ എത്തുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത والملك لا شريك لك لبيك اللهم لبيك. ആത്മാർത്ഥമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അറഫയിൽ ഒരുമിച്ച് കൂടി പാപങ്ങളെ കണ്ണീർ കൊണ്ട് കഴുകിക്കളയുന്ന അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് സുന്നികളെ കുറിച്ച് പറഞ്ഞു. മുഴുവനും ഇസ്ലാം ഔട്ട് അല്ലെ? ആ കരിച്ചു പെറുക്കി 5 ലക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പറഞ്ഞത് ഇപ്പൊ ഓർക്കുന്നുണ്ട് മൗലവി? ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കൊണ്ട്. ഏതായാലും ഇപ്പൊ കുറച്ച് ഒഴിവുണ്ടാവും. ഔദ്യോഗിക ഗ്രൂപ്പ് എന്നൊക്കെ പുറത്താക്കിയതല്ലേ? ഒന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ച് നോക്കുക. അന്ന് 5 ലക്ഷം ആളുകളെ മുശ്രിക്കാക്കി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാൻ. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി. കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു.
മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. ക്ലിപ്പ് കേട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ്ദബീല മമ്പറം തങ്ങൾ റളിയല്ലാഹു അൻഹു ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുന്യൻ ഇലാ ദാരിൽ ബഖാഇ സറാ. ആത്മീയ കണ്ണുകൊണ്ട് മമ്പറം തങ്ങൾ റൂഹ പറന്നു പോകുന്നത് പ്രിയപ്പെട്ട മുരീദാകുന്ന നമ്മളെക്കാൾ ദൂരത്ത് വെച്ച് കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കാം. മൊബൈൽ ഫോൺ വിളിച്ചു പറഞ്ഞതല്ല. ആ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ വിഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ മനസ്സിന് വിഷമം തോന്നിയില്ലല്ലോ. എന്നിട്ട് നിങ്ങളെ പറ്റിയിട്ട് ഇപ്പൊ ശിർക്ക് ആരോപിച്ചപ്പോ ഒരു ചെറിയ വിഷമം വന്നില്ലേ? എന്നാ കേട്ടോളി, ഇപ്പം എവിടെ തീഞ്ഞു ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മുശ്രിക്കാക്കാൻ. ജബ്ബാർ മൗലവിയെ കുറിച്ച് അയാള് ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ഞാൻ ഈ പറയാം. അത് കുടുങ്ങിയിട്ട് അതൊക്കെ ന്യായീകരിക്കാം. പിന്നെ മൂവാറ്റുപുഴ സംവാദത്തില് സുന്നികളെ മുമ്പിൽ അങ്ങോട്ട് എത്തിയപ്പോ ബഹുമാനപ്പെട്ട നമ്മൾ അശ്വിനിമാരൊക്കെ ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഒരു രക്ഷയില്ല. അവസാനം അതിലാ നമ്മളെ നൗഷാദാസിന്റെ ചോദ്യോ, അപ്പൊ ഈ ശിർക്ക് ചെയ്യണ മുശ്രിക്കിനായിട്ടാണോ നിങ്ങൾ തറശ്ശേരി വന്നീത്? അപ്പൊ ഇഞ്ചി കഴിച്ച കുരങ്ങന്റെ വായി കുരങ്ങന്നെ കഴിച്ചിട്ട് 5 കൂടി കഴിച്ച കഥ പറയേണ്ടി വരില്ലല്ലോ. ആ കോലത്ത് മോദിമാര് ഒന്നിട്ട് കൊടുക്കും ആദ്യം ഇതാക്കിയത് മുശ്രിക്കാക്കി. സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ് സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ എഴുതി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാള് മുശ്രിക്കാണോ ഇയാള് മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. അപ്പോ ജബ്ബാർ മൗലവിയെ കുറിച്ച് ശിർക്ക് ചെയ്യുന്ന ആളാണ്, മുശ്രിക്കാണ് പറയുന്ന പണിയല്ല. ഓ കക്കണോനാണ്, കള്ളൻ ഞാൻ പറയണില്ല. ഏത് ഓ കക്കണോനാണ്, കള്ളെന്ന് പറയണില്ല. പക്ഷേ നൗഷാദാശിന് ഉടനെ തന്നെ ചോദിച്ചു, എന്തേ അപ്പൊ ഈ ശിർക്കിയുടെ മുശ്രിക്കിനും കൂടിയിട്ടാണ് ഞങ്ങൾ വന്നീനേല്, നിങ്ങൾ കുടുങ്ങിപ്പോയില്ലേ? ഇപ്പൊ രസമുണ്ട്. ഇപ്പൊ നൗഷാദാശിന്റെ ക്ലിപ്പും പല സംവാദ ക്ലിപ്പും നമ്മളിടണ്ട, നല്ല രസാ. പക്ഷെ നമ്മളെ രാത്രി ഉറക്കം കഴിഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ ക്ലിപ്പാക്കേണ്ടിയിരുന്നു. ഇപ്പൊ സദായിന്റെ ഒരു വാലിന് വാങ്ങിയാൽ ഒരു 35 ക്ലിപ്പ് എഴുതും. ഇതൊരു സുഖം നിങ്ങൾ ഇപ്പൊ മതിലിട്ട മതി തന്നെയാണ്. എന്റെ അവിടെ മദ്രസക്ക് മതിലിട്ടാൻ വേണ്ടി നോക്കുമ്പോ റോഡ് സൈഡിൽ അതുകൊണ്ട് തരൂല്ല, സംഗതിയിൽ പ്രയാസം ഒക്കെപ്പാടെ ബേസ്മെന്റിന്റെ കല്ലൊക്കെ പാടെ കൂട്ടിക്കും വിഷമ. അപ്പഴാ വെള്ളത്തിന് പോടുകൊടുത്തുന്ന കണ്ടത് റെഡിമെയ്ഡ് മതില്. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ തരും മതി, ചലവും കൂലിയും കൊടുക്കും വേണ്ട, 2 കാലം നിൽക്കാൻ സ്ലാബ് നടത്തി ഒരാഴ്ചയോടെ മതിലടിച്ച് പോവുകയും ചെയ്യും. റെഡിമെയ്ഡ് മതില് എല്ലാം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലെ പോന്ന്. അതേപോലെ സാക്ഷാൽ സക്കരിയ സ്വലായി നൗഷാദാശന്റെ ക്ലിപ്പൊക്കെ മൂപ്പർ സക്കരിയ സ്വലായി ഇട്ട് കൊടുക്കുകയാണ്. എന്തേ ആ മുശ്രിക്കിനെ കൂട്ടിയിട്ട് ഞങ്ങൾ വന്നീനേല് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ജബ്ബാർ മൗലവി മുശ്രിക്കാണ് എന്ന് ഹനീഫ മൗലവി പറഞ്ഞു എന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞു കൊടുക്കുക. എവിടെ? പൊതുവേദിയിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ തിരിച്ചു നോക്കുമ്പോഴാണെങ്കിലോ ഹനീഫയും കൂട്ടരും മുശ്രിക്കുകളാണെന്ന് സക്കരിയ കൊട്ടും. അതരസം. ഇപ്പൊ അങ്ങനെ പോട്ടെ കുറച്ച്. അതായത് ഇവരെങ്ങോട്ട് കാപ്പടാക്കിയപ്പോ തിരിച്ച് അങ്ങോട്ടും കുട്ടികൾ തല്ലിവിടും പോലെയാണ്. എന്നിട്ട് ഇന്റെ കാട്ടിയില്ലേ, ജിന്നും കാട്ടിയില്ലേ. അതുകൊണ്ട് ഇപ്പൊ രണ്ടും ഇർക്കല്ലാതെ പോലെ വേറെ വിഷയം ഒന്നിട്ട് കൊടുക്കും. നിർവചനമല്ല ഇത്. മാത്രമല്ല ഇപ്പൊ യഥാർത്ഥത്തിൽ ശിർക്കിലെത്തിയത് ഇവരാണ്. കാരണം ഇവര് വാദപ്പം എന്താണെന്നറിയോ? ജിന്ന് അഭൗതിക സ്ഥിതിയാണ്, മലക്ക് അഭൗതിക സ്ഥിതിയാണ്. അപ്പൊ അവരുടെ കഴിവുകൾ എന്തായപ്പോ അഭൗതിക കഴിവായി. അപ്പൊ ജിന്ന് എന്താണ് നൗഷാദാശനോട് പറഞ്ഞു കൊടുക്കുക, ജിന്നിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല, മലക്കിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല. സലാം സുല്ലമി തന്നെ സലാം സുല്ലമിനേക്കാൾ ഒരു കൂടി ഗ്രേഡ് മുമ്പിലായി. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാലോ പടച്ചോന് മാത്രമുള്ള കഴിവാണ്. പടച്ചോന് മാത്രമുള്ള കഴിവ് മലക്കിന് നിശ്ചയിച്ചാൽ ശിർക്കാവില്ലേ? ഇതാണ് മറ്റുള്ളവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ച അങ്ങനെ
അതന്നെ ആളുകള് വളരെ കറക്റ്റ്. മറ്റാളുകൾ ശിർക്കറിച്ച എങ്ങനെ ഉണ്ടാവും, എങ്ങനെ എല്ലാരും കൊണ്ട് പറഞ്ഞില്ലേ, ഒരു ചെമ്പട്ടി വെള്ളം വെച്ച അങ്ങനെ അറിയില്ലേ, അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ കേട്ടില്ല നിങ്ങള്? ഇതന്നെയാണ് മേലെന്ന് കയറുന്ന തുപ്പിയ സക്കറിയ മൗലവി മോത്തക്കാണ് വരും. ശരിക്കും ശ്രദ്ധിക്കണോ? ഇപ്പൊ നല്ലോണം അനുഭവിക്കുക. അപ്പൊ അനീഫിയും കൂട്ടരും മുശ്രിക്കീങ്ങളാണ് ഇപ്പം സക്കറിയ സ്വലാഹിന്റെ വക. അപ്പം വിടുവോ? അപ്പൊ പറയാം സക്കറിയ സ്വലാഹി എന്ന് പറഞ്ഞാലോ മൂപ്പര് തൗഹീദിന്റെ നിർവചനത്തിന് തീരുമാനം നടത്തിയിട്ടുണ്ട്. ആരാ? മടവൂർ ഗ്രൂപ്പിലെ ഉമ്മറുന്റെ കാരണം വരാം. പണ്ട് പട്ടപ്പുറത്ത് നിന്ന് പോയതാണ്. പിന്നെ ഇങ്ങനെ നേരത്തെ പറഞ്ഞവരിങ്ങനെ പിടിച്ചിക്കാൻ കഷ്ടപ്പെടുകയാണ്. മൂപ്പര് പറയുന്നത് സക്കറിയ സ്വലാഹി തീരുമാനം നടത്തി. മനസ്സിലാകുന്നു, മനസ്സിലാവുന്ന കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിൽ മുസ്ലിമിനോട് ആവശ്യപ്പെടുമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോടോ അങ്ങനെ വ്യത്യാസമില്ല. അത് മാനുഷിക ബന്ധമാണ്. മനുഷ്യന്മാരുടെ കഴിവിനപ്പുറമുള്ളതോ അള്ളാഹുവിനോട് മാത്രം. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്മാരുടെ കഴിവിൽപ്പെട്ടത് നമുക്ക് മനസ്സിലാകും. മനുഷ്യന്മാരെ നമ്മൾ അറിയുമല്ലോ, കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്. അതുകൊണ്ട് ഏത് മനുഷ്യൻ എന്തിന് കഴിയുമെന്ന് നമുക്കറിയാം. അയാളുടെ കഴിവിൽപ്പെട്ട ആരോട് ചോദിക്കും? ഡോക്ടറുടെ കഴിവിൽപ്പെട്ട് ഡോക്ടറോട് ചോദിക്കും. എഞ്ചിനീയറുടെ കഴിവിൽപ്പെട്ട് എഞ്ചിനീയറോട് ചോദിക്കും. ആശാരിയുടെ കഴിവിൽപ്പെട്ട് ആശാരിയോട് ചോദിക്കും. അത് നമുക്ക് മനസ്സിലാകും. മനസ്സിലാകാത്താണെങ്കിലോ അള്ളാഹിനോട് മാത്രം. ഓരോരുത്തർ പങ്കു ചേർക്കില്ല. ആര് പറഞ്ഞാലും, ഉമ്മ പറഞ്ഞാലും ബാപ്പ പറഞ്ഞാലും അള്ള പറഞ്ഞ നമ്മൾ അങ്ങനെയാണ്. നിനക്ക് മനസ്സിലാവാത്ത കാര്യം എന്നോട് പങ്കു ചേർക്കാൻ നിന്റെ ഉമ്മ പറഞ്ഞാലും ബാപ്പ പറഞ്ഞാലും അനുസരിക്കരുത് കേട്ടോ എന്നാണ് അള്ളാഹ് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം പടച്ചോണ്ടല്ലാതെ നമ്മൾ ചോദിക്കൂല. പടച്ചോണ്ട് എല്ലാം അറിയുമല്ലോ, എല്ലാം കേൾക്കുന്നതാണല്ലോ. മനുഷ്യന്മാർ തമ്മിലതാണെങ്കിലോ നമ്മൾ മനുഷ്യരുടെ കഴിവ് നമുക്കറിയാം. അതുകൊണ്ടാണ് മനുഷ്യ കഴിവിന്റെ അപ്പുറം. പക്ഷെ അത് മാറ്റി സൃഷ്ടികൾക്കുള്ള കഴിവിന്റെ അപ്പുറം ആക്കിയത്. ഇപ്പൊ കേൾക്കാതൊക്കെ മനുഷ്യ കഴിവിന്റെ അപ്പുറം പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്തു. എനിക്ക് തെറ്റുപറ്റി അബദ്ധായി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിനോട് തൗബ ചെയ്യാണ്. തൗഹീദ് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കേൾക്കാതെ കരിയ. തൗഹീദ് പറഞ്ഞ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. തൗഹീദ് പറഞ്ഞതേ അബദ്ധമായി പോയി. അസ്തഗ്ഫിറുല്ലാഹ്. തൗഹീദിന് തൗബ ചെയ്യുന്ന വ്യക്തി ഉപ്പന്നെ പിടിക്കുന്ന കത്ത കാട്ടുകയാണ്. മനുഷ്യ കഴിവിന് അപ്പുറം എന്നുള്ളത് മൂപ്പര് മാറ്റി മറിച്ചു. അപ്പൊ സക്കരിയക്ക് മറുപടി ഉണ്ട്. ഇത് മടവൂരിന്റെ വലിയ സീനിയർ നേതാവാണ്. അപ്പൊ സക്കരി കൊടുക്കണവരോട് കാര്യങ്ങള് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ചോദിക്കാൻ പറ്റൂല. അതൊക്കെ ശിർക്കാണെങ്കിൽ ആനനെ മരം പൊളിച്ചാൻ കൊണ്ടുവരാൻ പറ്റുമോ? എഴുതിയിട്ടുണ്ട്. പക്ഷെ എഴുതിയതിനേക്കാൾ ഇപ്പൊ നിങ്ങൾക്ക് രസം കിട്ടിയ ക്ലിപ്പാണല്ലോ ഒന്നേ വായിക്കാത്ത. ആനനെ മരം കഴിച്ചാൻ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം മനുഷ്യനെ കൊണ്ട് കഴിയാത്തല്ലേ ആനെ. പോലീസ് നായനെ കേസ് തെളിയിക്കാൻ പറ്റുമോ? കാരണം പോലീസിനെ കൊണ്ട് കഴിയാത്തല്ല നായനെ. ഇത് ഞാൻ പറയേണ്ട സക്കരിയ പറഞ്ഞോട്ടോ എന്ന് കേട്ടോളി. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾ? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കുറെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ, ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറഞ്ഞിട്ട് നിങ്ങള് അയാളെ പറഞ്ഞുണ്ടോ നിങ്ങൾക്കൊക്കെ? മറ്റൊക്കെ വിളിക്കാം, മറ്റെല്ലാ ഗ്രൂപ്പിനോടും അയാളെ പറഞ്ഞുണ്ടോ ഞാൻ അങ്ങനെ കേൾക്കുള്ളൂ. ആ പറഞ്ഞ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇയാൾ ചോദിച്ച് മറുപടി പറയണം മടവൂരികള്. എന്തേ? അപ്പൊ മരം വലിക്കാൻ വേണ്ടി ആനെ കൊണ്ടുവന്നാണ് ശിർക്ക്, മറിഞ്ഞ ബസ് കൊണ്ട് ട്രെയിൻ കൊണ്ടുവന്നാണ് ശിർക്ക്, തെങ്ങുമക്കാറ മെഷീൻ വന്നാണ് ശിർക്ക്, ACB വന്നിട്ട് പാറ പൊട്ടിച്ചാൽ ശിർക്ക്. അല്ലാ, ഈ ശിർക്കല്ലാത്തപ്പോഴും ഉണ്ടാകുക. അത് നിങ്ങള് അതിങ്ങനെ മൂത്ത് വന്നപ്പോ മടവൂരിയൊക്കെ മറുപടി ഇല്ല. അപ്പൊ മടവൂരിയോട് വന്നാലോ മുജാഹിദ് എന്നുള്ള പേരെ മാറ്റാൻ പോകുക ഞങ്ങള്. മുജാഹിദ് എന്നുള്ള പേരിനെ മാറ്റണോ? വളരെ നന്നായിട്ടുണ്ട്. എന്തേ പേര് മാറ്റാനും കൂട്ടേ ആദർശമുള്ള കാലത്ത് ആശയുള്ള കാലത്ത് ജനങ്ങൾക്ക് തിരിയില്ലേ? ഒന്ന് ഇട്ട് കൊടുക്കാതെ പേര് മാറ്റല്. എന്നിട്ട് ബാക്കി പറയാൻ നമുക്ക് എത്ര സംഘങ്ങളാണ്, എത്രയോ കോലങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ച പലതിലേക്കുമാണ് പഠിപ്പിച്ച് അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത പലതിലേക്കുമാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്.
ജിന്നുബാധയായിരുന്നാലും ചെകുത്താൻ കൂടലായിരുന്നാലും അതുപോലെ തന്നെ ഹോമവും മന്ത്രവാദവുമായിരുന്നാലും നമ്മൾ എന്തിനെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞത്? ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ആശയം ഗ്രഹിക്കാൻ, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ. ആ പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും രൂപത്തിൽ ഓതി ഊതാനോ ബാധ ഒഴിപ്പിക്കാനോ ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് ഖുർആനിന്റെ ശരിയായ ആശയത്തെ ആഴത്തിൽ ഇറക്കാൻ ശ്രമിച്ച ഈ പ്രസ്ഥാനം തന്നെ, അതിന്റെ പേരിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഖുർആൻ തെറാപ്പി നടത്തിക്കൊണ്ട് ജിന്നിനെ അടിച്ചിറക്കലും അതുപോലുള്ള കൗൺസിലിംഗ് സെന്ററുകളും ഇങ്ങനെ പലതും സ്ഥാപിച്ചുകൊണ്ട് ഇതെല്ലാം നടക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബിളിലാണ് എന്ന് പറയുമ്പോൾ വിനയപൂർവ്വം എനിക്ക് തോന്നിപ്പോവുകയാണ്, നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, എന്തിനാണ് ഈ പേരും ചുമന്നുകൊണ്ട് നീ നടക്കുന്നത്? നമുക്കൊരു പുതിയ പേരിനെ കുറിച്ച് ആലോചിച്ചുകൂടെ? കാരണം ഈ സമൂഹത്തിലെ എന്തെല്ലാം അധാർമികതകൾ ചെയ്താലും ശരി, ആ പേര് പറഞ്ഞുകൊണ്ടുള്ള പാണ്ഡിത്യത്തെയും ആ പേര് പറഞ്ഞുകൊണ്ടുള്ള സ്ഥാപനത്തെയും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ പേറേണ്ടി വരുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നമ്മളുടെ മുഖത്ത് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി പലരും നോക്കുന്നത് സംശയത്തോടു കൂടിയാണ്. ഞാൻ അതിന്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല. ചിലരെങ്കിലും അവരുടെ ആ നോട്ടത്തിൽ തന്നെ ചില ചോദ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ഈ സദസ്സിന്റെ മുമ്പാകെ പറയേണ്ടതില്ല. ഇനി ഞങ്ങൾ എങ്ങനെയാണ് പണ്ഡിതന്മാരെ വിശ്വസിക്കുക? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതിലേക്ക് പോലും പ്രശ്നങ്ങൾ പോകുമ്പോഴും ഇവിടെ ചാനലുകളും ന്യൂസുകളും പത്രങ്ങളിലെ മീഡിയകളിലെ ഒക്കെ ശൈലികളും എല്ലാം പോകുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ആ നിലയിൽ നീങ്ങുമ്പോൾ ഒരു ചെറിയ ചിന്ത, അവിവേകമാണെങ്കിൽ പൊറുക്കുക എന്നോട്. കാരണം നമുക്ക് നെഞ്ച് നിവർത്തി നമുക്ക് ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് ഉണ്ട്, തന്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോകാം. ഇവിടെ ചില പത്രങ്ങളിലൊക്കെ ചിലർ എഴുതുകയുണ്ടായി, മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കാണാൻ നേരമില്ല. അത് പറയുമ്പോഴും നമ്മളുടെ നെഞ്ചത്തേക്കാണ് വന്നു കയറുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചിന്തിക്കുക, പത്രങ്ങൾ വരുന്ന ലേഖനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ പരിശോധിച്ചു നോക്കിയില്ലേ? 48 മണിക്കൂർ കൊണ്ട് ഒരു സംസ്ഥാനത്തെ ആസാമിലെ മുസ്ലിം സഹോദരന്മാർ അഭയാർത്ഥികൾ മതി ഇനി വേണ്ട പറയാൻ. അതായത് പലതും ലോകത്ത് നടക്കുമ്പോഴും ഈറ്റങ്ങളി ജിന്നും പൂരിയായിട്ട് നടക്കുകയാണ് എന്ന് പത്രത്തിലടക്കം വരികയാണ്. മനുഷ്യന്റെ മൂത്ത് നോക്കാൻ ചേപ്പറക്കേട്. ആൾക്കാർ ഇങ്ങനെ മൂത്ത് നോക്കിയിട്ട് ഇങ്ങനെ എന്തോ കുറ്റകൃത്യം ചെയ്ത മാതിരി. അതുകൊണ്ട് മുജാഹിദ് എന്നുള്ള പേര് മാറ്റിക്കൂടെന്ന് നേതാക്കന്മാരെത്തിയിട്ട് ഞാൻ പറയാണ്. അതേ മടവൂരി, ജിന്നൂരി, പൾപൂരി എല്ലാ മുജാഹിദിനോട് ഞങ്ങൾ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു. നിങ്ങളെ നേതാക്കന്മാരിത് പരസ്യമായിട്ട് കൗൺസിലോ എക്സിക്യൂട്ടീവിലോ അല്ല, പരസ്യമായിട്ട് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണി. ഇത് ഇനി ഞാൻ പറഞ്ഞ മൗലിമാരോടല്ല, ഈ മൗലിമാർക്ക് തീറ്റിയും പൂറ്റും കൊടുത്ത് പോറ്റുന്ന കുറെ കുടുങ്ങിപ്പോയ എന്താ മൂല്യാരെ കാട്ടുകൊണ്ട് ചോദിച്ചിരിക്കണ മുജാഹിദീങ്ങളുണ്ടാവും കുടുങ്ങിയ. നിങ്ങളൊന്ന് രാത്രി ആലോചിക്കുക. ഇന്ന് നിങ്ങൾ മാത്രം ഈ CD ഇറങ്ങിയതിന്റെ ശേഷം കുടുംബക്കാർക്ക് കൊണ്ടുവിടുന്ന് കേൾപ്പിച്ചു കൊടുക്കുക. നുസ്രത്തിന്റെ സമ്മേളനം, മർക്കസിന്റെ വാർഷികം വരുമ്പം നിങ്ങൾക്കൊരു ഹിദായത്ത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമുക്കത് റാഹത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ലാഹ് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം നേതാക്കന്മാർ ചിന്തിക്കാം, നോക്കി നിങ്ങൾ സാധു വളരെ വിഷമിച്ച് നിരാശി എന്നുള്ള വർത്താനാണ് അതൊക്കെ. വൈകാതെ അയാൾ ചിന്തിക്കത്തുനിന്ന് എനിക്ക് തോന്നുകയാണ്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അയാൾ ആകെ രക്ഷപ്പെടാൻ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാരണം വളരെ വിഷമിച്ചിട്ടാണ് അയാൾ ആ വർത്താനം കണ്ടില്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇറച്ചിക്കോയി നമ്മൾ ആകെ കുഴങ്ങിക്കാണ്ട് മനുഷ്യന്മാരടിക്ക് ഇറങ്ങാൻ പറ്റാ. മൂത്ത് നോക്കിയിട്ട് ചോദ്യം തോന്നിയവർക്ക് ഉണ്ടല്ലോ. ഇതാണ് വണ്ടാണ് ഇന്നെ കണ്ട കുമ്പൾ കട്ടാന്റെ പാരി തോന്നുന്നുണ്ടോന്ന് ചോദിച്ചില്ലേ? ഈ ചോദ്യം തോന്നുകയാണ്. ഇതിങ്ങനെ വരുന്നുണ്ടോ എന്നല്ല, ഇതിന് മറുപടി വരാൻ കഴിയണില്ലല്ലോ. അതാ രസോ. കോടമ്പുഴ സംവാദത്തിന് വരെ വന്ന് ഈ മടവൂർ ഗ്രൂപ്പിന്റെ ആളുകളാ വന്ന്. സാധാരണ വെല്ല് ചക്കരിയാക്കളാ, അല്ലെങ്കിൽ മറ്റേ കേരളത്തിന്റെ ആൾക്കാരാ. പക്ഷെ കുടുങ്ങി. ഇവരെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ സമാജം നടത്താനൊക്കെ പറഞ്ഞു. പക്ഷേ നൗഷാദ് ആശിമാരൊക്കെ ഒരുങ്ങിയിട്ട് എല്ലാം മറ കൂടി പറ്റുവില പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ സംവാദത്തിന് വന്ന് ഇരിക്കുമ്പോ തന്നെ കരിമ്പിലാക്കന്റെ മുഖത്ത് നോക്കി ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്ന പുരാപ്പള മുഖത്ത് നോക്കി മാറിയുണ്ട്. അതായത് അങ്ങനെ ഉണ്ടല്ലോ, പഠിച്ചവനെ എന്റെ പെണ്ണ് ഓപ്പറേഷൻ ആകുമോ സക്സസ് ആകുമോ ആ പേടിയിൽ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ ചോദ്യം വന്ന്, ചോദ്യം നിങ്ങൾ
നിങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ജിന്നുകളോട് സഹായം ചോദിക്കാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അയാൾ മുശ്രിക്കാന്ന് നിങ്ങൾ പറയോ? എത്ര നേരെ ഉരുണ്ടേറിയങ്ങളും ഉരുണ്ട് 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 ഒരു നിലക്കും രക്ഷ കിട്ടണില്ല. മാണിക്ക ഉള്ള രംഗം കുറച്ചൊന്ന് കണ്ടോളിങ്ങൾ. എന്നിട്ട് അതിൽ വെച്ചിട്ട് കയ്യോടുകൂടെ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കി പിടികൂടി നമ്മള്. എന്നിട്ട് ലാസ്റ്റ് മൂവിങ്ങിൽ ഇച്ചിരി ഒറ്റ പൊട്ടിക്കരാം ഉണ്ട് ശബാബ് വായിക്കണം ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിക്കാണ്. റഹ്മാന റബ്ബേ, നമ്മളും വിചാരിച്ചത് നേരെ നീക്കും ആ പുതിയ ശബാബ് ഉണ്ടേക്കും. നമ്മൾ ഈ നേരെ നേരെ പോകുന്നുള്ളതല്ലേ. സംഗതി ചെന്ന് വാങ്ങി വെക്കുമ്പോ കാര്യങ്ങള് പുതിയ ഇല്ല. പിന്നെ ഇവരിങ്ങനെ പ്രസ് കൊണ്ടുപോയി കൊടുത്തേക്കുക. ഞങ്ങൾ സംവാദത്തിന് പോയി നോക്കട്ടെ, കുഞ്ഞികളൊക്കെ എന്നാ ചോദ്യം വന്നാ കൊടുക്കും ഇല്ലെങ്കിൽ പോളായി അങ്ങനെ പോകും ചെയ്യാം. പിടിച്ച് പ്രസ് കൊണ്ടേ കൊടുത്തേക്കുക. എന്നിട്ട് സംവാദം കഴിഞ്ഞിട്ടാ ഈ ശബാബ് ഇറങ്ങണത്. കടുത്ത വഞ്ചന. ഇൻഷാല്ലാ രണ്ടും നോക്കി ഞാൻ കേൾപ്പിച്ചേരാ. ആദ്യം ആ സംഭവം ആ ചോദിച്ചിട്ട് ഇങ്ങനെ ഉരുളിന് ആ രംഗങ്ങളൊന്ന് കണ്ടുപിടിക്കുന്നു. വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്തതുകൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ. 2009 ശബാബ് അതുകൂടി ആശയമായി വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ശബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ശബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ശരീരമുണ്ടെന്ന് തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കുകളോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ശബാബിലൂടെ അതേ ശരീരമുണ്ട് അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ശബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ വിഷയത്തിലേക്ക്, അടിസ്ഥാന വിഷയത്തിലേക്ക്, മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലമില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അൽസരിമാരെ കയറിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്. പച്ചക്കളവാണ് പറഞ്ഞത്, പച്ചക്കളവ്. ആ പറഞ്ഞ ശബാബാണിത്. ഇതിലെങ്ങനെ ശിർക്കാണ് എന്ന് തിരുത്തിക്കൊണ്ട് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞിട്ടില്ലേ? ഇല്ല. പക്ഷെ അവിടെ വെച്ചിട്ട് ജനങ്ങളെ മുമ്പിൽ അവസാനത്തെ ചാൻസ് ആണ് മനസ്സിലാക്കിയിട്ട് വീർവാണ പ്രസംഗം നടത്തി, കാളമൂത്ത പ്രസംഗം നടത്തിയിട്ട് ഒഴിവായി പോയതാ. റബ്ബിന്റെ മാസ്റ്ററയിൽ റബ്ബ് നിങ്ങളെ വിടൂല. LCD ക്ലിപ്പിങ്ങും ഫോട്ടോസ്റ്റാറ്റുള്ള കാലത്തോളം മടവൂരികളെ ദുനിയാവിൽ നിങ്ങളെ വിടൂല. എന്തേ പിടിച്ചോ? ഇതാ സംഭവം. ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിനെതിരല്ലേ? ഇതിന് കൊടുത്ത വിശദീകരണത്തിൽ കണ്ടോ നിങ്ങൾ? ശബാബിന് അയച്ചു കിട്ടിയ ചോദ്യത്തിനാണ് അന്ന് മറുപടി എഴുതിയത്. അല്ലാഹു അടിയന്മാരെ എന്നത് ഒരു പൊതുവായ അഭ്യർത്ഥനയാണ്, അതൊരു പ്രാർത്ഥനയല്ല എന്ന കാര്യത്തിലാണ് ആ മറുപടി ഊന്നൽ നൽകിയത്. അവിടെ തന്നെ പോയി പ്രാർത്ഥനയല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ പറ പ്രാർത്ഥനയാണ്, അപ്പളാ ശിർക്കാകുന്നത്. നിങ്ങളെ വാദം തുടക്കത്തിലെ പോളി. ഇനി കേട്ടോളൂ, വായിക്കാം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ലേഖകൻ മനസ്സിലാക്കിയിടത്തോളം ജിന്നുകളും മലക്കുകളും മനുഷ്യരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും പരിധിക്കപ്പുറത്താണ്. ശരിയല്ലേ? ബുദ്ധി പരിധിക്കും അപ്പുറത്താണ്. അപ്പൊ നിങ്ങളെ ന്യായീകരണ പ്രകാരം വരണ്ടേ? മനുഷ്യർക്ക് പഠന ഗവേഷണങ്ങൾക്ക് വിധേയമാക്കാവുന്ന ഭൗതിക പദാർത്ഥങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല ജിന്നുകളും മലക്കുകളും. പുകയില്ലാത്ത തീജ്വാലയിൽ നിന്നാണ് അള്ളാഹു ജിന്നിനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ അഗ്നി ഇതുവരെയും ഭൗതിക ശാസ്ത്രത്തിന്റെ പഠന പരിധിയിൽ വന്നിട്ടില്ല. മനുഷ്യർക്ക് ഭൗതികമായി ആർജിക്കാവുന്ന അറിവിന്റെ പരിധിക്കപ്പുറത്താണ് ഈ രണ്ടു സൃഷ്ടി വിഭാഗവും. അതിനാൽ മനുഷ്യരപേക്ഷിച്ചവരെ അഭൗതിക സൃഷ്ടികൾ എന്നോ വൈബിയ സൃഷ്ടികൾ എന്നോ വിളിക്കാവുന്നതാണ്. ഇപ്പൊ ശിർക്കാണ് എന്ന് പറഞ്ഞോ? ശിർക്കാണ് എന്ന് ഉറപ്പിച്ച് തർപ്പിച്ച് പറഞ്ഞോ? ഇല്ല. ഇനി പിടിച്ചോളി അടുത്ത ഖണ്ഡിക.
അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെടുന്നത് ന്യായമല്ല, ആവശ്യപ്പെട്ടിട്ട് പ്രയോജനവും ഇല്ല. അള്ളാഹുവോട് മാത്രം സഹായാർത്ഥന നടത്തുന്നവർക്ക് അവൻ മലക്കുകൾ മുഖേന സഹായം നൽകിയേക്കാം എന്നല്ലാതെ മലക്കുകളോട് സഹായാർത്ഥന നടത്താമെന്ന് ഖുർആനിലോ പ്രബലമായ സുന്നത്തിലോ പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ശിർക്കല്ല എന്ന് പറഞ്ഞോ, ശിർക്കാണ് എന്ന് പറഞ്ഞോ. നോക്കിക്കോങ്ങള് ഇങ്ങനെ കൊയലിയ ഇങ്ങനെ ഈ തച്ചെന്ന പാമ്പിനെ മണ്ണെണ്ണട്ട് കൊണ്ട് വായിച്ചിട്ടാണ് പിന്നെ ഒരു വായിപ്പിച്ചില്ല. ജീവൻ പോയ പാമ്പാണ്, കുറച്ച് മണ്ണെണ്ണ തലയിക്ക് വന്ന് കൂടി കടന്ന് ഇങ്ങനെ വായിക്കണം, അങ്ങനെ കത്തുകളെ പിന്നെയും കടന്നിങ്ങനെ വായിക്കുക എന്ന് വായിപ്പിച്ചില്ല. ചെയ്തിട്ടില്ല. കുറച്ചും കിടത്തിയപ്പം പറഞ്ഞു, ജിന്നുകൾ നമ്മുടെ സഹായാർത്ഥന കേൾക്കുമെന്നോ കേട്ടാൽ അവർ സഹായിക്കുമെന്നോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നൊന്നും വ്യക്തമാകുന്നില്ല. അതിനാൽ അത് ഉറപ്പായ അറിവില്ലാത്ത കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഏത് പ്രവർത്തനവും നിഷിദ്ധമാണ്. അത് ശിർക്കാവുമെന്നതിലേക്കാണ് മറ്റൊരു ഖുർആൻ വാക്യത്തിന്റെ സൂചന നൽകുന്നത്. ഇപ്പോഴും പറഞ്ഞോ, നിങ്ങൾ എന്തവർ ഉസ്താദിന്റെ അനുയായികൾക്കുമെന്ന് വില പോകില്ല, അത് കയ്യോടുകൂടെ പിടിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ജിന്നിന് സഹായിക്കാൻ കഴിയുമെന്നതോ ജിന്നിനോട് സഹായം തേടാമെന്നതോ പ്രമാണങ്ങളാൽ തെളിയിക്കപ്പെട്ട കാര്യമല്ല. അതിനാൽ പ്രമാണബദ്ധമായ സഹായാർത്ഥനയോട് പ്രമാണരഹിതമായ സഹായത്തേട്ടം കൂട്ടിച്ചേർക്കുന്നത് 31:15 പറഞ്ഞ പങ്കുചേർക്കൽ ആകുമെന്ന് കരുതാവുന്നതാണ്. നിങ്ങൾ എന്തിനാണ് മടവൂരികളെ നിങ്ങൾ തിരുത്തിയിട്ടില്ല, നിങ്ങൾ ആളുകളെ വഞ്ചിക്കാൻ. അത്രയും ആളുകൾ അന്ന് ബന്ധവസ്ഥ രീതിയിൽ ആ സംവാദം നടക്കണം. നോക്കണങ്ങൾ 50-50 സദസ്സില് 10-10 വേദിയില് ഇതൊക്കെയായിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് നടക്കുക മടവൂരികളാണ്. അതിനുശേഷം ജക്കരിയൊക്കെ പറയുന്നുണ്ട്, ഈ സുഞ്ഞാലടുത്തേക്ക് തൊള്ളിയും കാച്ചിട്ടാണ് സംവാദത്തിന് പോകാൻ പറ്റൂല, പല ഏർപ്പാട് നടക്കൂല എന്നുള്ളതൊക്കെ കുടുങ്ങിയപ്പോ പച്ച കള് പറഞ്ഞ് വെച്ചപ്പെട്ടതാണ്. ഇനിയിപ്പൊ ഈ എഴുതിന്ന് പറഞ്ഞ തന്നെ, ഈ തിരുത്തി എന്ന് പറഞ്ഞ തന്നെ ആ പ്രസംഗിക്കണ സമയത്ത് ഇറങ്ങാത്തതിനെ കുറിച്ചാണ്. അത് ഞാനല്ല, ആ സംവാദത്തിന് സുന്നി പക്ഷത്ത് നിന്ന് മധ്യസ്ഥനായി ഉണ്ടായിരുന്ന രാമൻ തളി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. പക്ഷെ നമ്മളെ മാത്തോട്ടത്തിന്റെ ഒക്കെ പിൻഗാമിയായിട്ട് സുന്നത്തമായത്തിന്റെ വേദികളിലൊക്കെ കഴിയുന്ന സേവനം ചെയ്യാൻ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആ രാമൻ തളി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. മൂപ്പര് ബില്ലടച്ചിട്ട് ശബാബ് വാങ്ങിയതൊക്കെ ഒന്നാണ് കേട്ടോളിങ്ങൾ. കോടമ്പുഴയിൽ വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിന്റെ അവസാന ചോദ്യത്തിന്റെ ഉത്തരമായി മുജാഹിദ് മടവൂർ വിഭാഗം നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ കരിമ്പുരാക്കൽ മൗലവി ഉത്തരം പറയുന്നതിനിടയിൽ ഒരു വിഷയം സൂചിപ്പിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം അനിവാര്യമായതുകൊണ്ടും അവിടെ ഉന്നയിച്ച ഷബാബിലുള്ള തിരുത്ത് ഷബാബ് വെച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സംവാദത്തിലെ മധ്യസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് കണ്ടുപിടിക്കാനും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഷബാബിന്റെ താളുകളിലൂടെ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തിരുത്തി എന്ന് പറഞ്ഞ ഒരു വിഷയം, അഥവാ ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവസാന സെഷനിൽ വായിച്ചിട്ട് അദ്ദേഹം അസ്തനിമാർ ഇത് കണ്ടിട്ടില്ലെങ്കിലും മാലോകർ ഇത് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാചകം കേൾക്കാനിടയായി. അതുപോലെ ഏറ്റവും പുതിയ ശബാബ് ഒന്നുകൂടി വായിക്കണമെന്ന് അസ്തനിമാരോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇങ്ങനെ 2-3 പദപ്രയോഗങ്ങൾ ആ പ്രഭാഷണത്തിൽ കേൾക്കാൻ സാധിക്കും. അപ്പോ നിലവിൽ ഇറങ്ങിയ ഒരു മാസികയിലൂടെയാണ് സാധാരണയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. ഇന്ന് 2-ാം തീയതി മടവൂർ മുജാഹിദുകളുടെ ബുക്ക് സ്റ്റാളായ കോഴിക്കോടുള്ള യുവത ബുക്ക് ഹൗസിൽ ചെല്ലുകയും അവിടെ വെച്ച് ഒരു ഷബാബ് അതുപോലെ 2-3 പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അതിന്റെ ബില്ലാണിത്. ഈ ബില്ലിൽ ഷബാബ് 10 രൂപ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചതിന്റെ ബില്ലുണ്ട്. ഇതിൽ ഡേറ്റ് നോക്കാം, 2/10. ഇന്ന് രാവിലെ വാങ്ങിച്ച ഷബാബ് ഇതാണ്. ഈ ഷബാബ് ഇസ്ലാമോഫോബിയ ഹോളിവുഡ് സിനിമകളിൽ KT അൻവർ സാദാത്ത് എന്നയാൾ എഴുതിയ ലേഖനമുള്ള കറുപ്പ് കുറഞ്ചട്ടയുള്ള
വാരികയാണ്. ഇത് ഇറങ്ങിയിരിക്കുന്നത് ഷബാബ് വീക്കിലി മർക്കസ് ദാവ RM റോഡ് കോഴിക്കോട് 1433 ദുൽഖാദ് 12 2012 സെപ്റ്റംബർ 28 വെള്ളി. പുസ്തകം 36 ലക്കം 9 ഇന്ന് ഏകദേശം ഉച്ചവരെ, അതിനുശേഷമുള്ളത് എനിക്കറിയില്ല, മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഷബാബ് ഓഫീസിന് തൊട്ട് താഴെയുള്ള കടകളിൽ വരെ വിൽപ്പന നടത്തുന്ന പുസ്തകം ഇതാണ്. ഈ പുസ്തകം ഇറങ്ങിയത് തന്നെ സെപ്റ്റംബർ 28 ആഴ്ചയിലാണ് ഇത് ഇറങ്ങുക. എന്തായാലും സെപ്റ്റംബർ 28 നിന്ന് ഒരാഴ്ച കൂട്ടിയാൽ എന്തായാലും 5-ാം തീയതിക്ക് അടുത്താണ് ആ ദിവസം വരിക. സംവാദം നടന്നതാണെങ്കിലോ 30-ാം തീയതിയാണ്. ഒരിക്കലും ഇതിനിടയിൽ ഒരു ഷബാബ് ഇറങ്ങാനൊരു സാധ്യതയുമില്ല, ഇറങ്ങൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്നൊരു ഡേറ്റിൽ ഇറങ്ങാത്തൊരു സാധനം എങ്ങനെയാണ് അസ്സനിമാർ വായിക്കുക, എങ്ങനെയാണ് സുന്നി പ്രവർത്തകർ വായിക്കുക? എങ്കിലും ഇറങ്ങാത്തൊരു പുസ്തകത്തിലെ DTP മാത്രം എടുത്തുകൊണ്ടുവന്ന് സംവാദത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വായിക്കുകയായിരുന്നു. 20 കൊല്ലത്തിനപ്പുറത്ത് ചെറിയ മുണ്ടം ഷബാബിൽ എഴുതുകയും ശേഷം 10-12 കൊല്ലം മുമ്പ് അത് പുസ്തക രൂപത്തിലാക്കി യുവത പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അദ്ദേഹം ജിന്നിനെ വിളിച്ചു തേടുന്നത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ ഭാഗം, ആ ഭാഗം സുന്നികളുമായി സംവാദത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ശിർക്കായ ഒരു ആശയം പറയുന്നവർ ഇവിടെയുണ്ട് എന്ന് പറയാനും മടവൂരികൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നത് ഉന്നയിക്കും, ഈ പുസ്തകം എടുക്കും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് യോഗം ചേർന്ന് നേതാക്കൾ പോയിട്ട് ചെറിയ മുണ്ടത്തോട് സൂചിപ്പിച്ചു, നിങ്ങൾ എന്തായാലും തിരുത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് പുതിയ തിരുത്ത് വന്നത് എന്നാണ്. ഈ 2-ാം തീയതി ഉച്ചവരെ അങ്ങനെ ഒരു തിരുത്ത് വന്നിട്ടുള്ള ഒരു ഷബാബ്. അപ്പോ ഒറിജിനൽ തട്ടിപ്പ് കയ്യോടുകൂടെ പിടികൂടി എന്നല്ല, ഇങ്ങനെ ഒരു തിരുത്താത്ത തിരുത്തായി പറയുന്നത് ഉണ്ട് എന്ന് തെളിയിച്ചാൽ 1 കോടി രൂപ തരാമെന്ന് AP സുന്നികളല്ല, EK സുന്നികളല്ല, സംസ്ഥാന സുന്നികളല്ല, സാക്ഷാൽ സക്കരിയ സ്വലാഹിയാണ് മടവൂരികളെ വെല്ലുവിളിക്കുന്നത്. 1 കോടി ഉറുപ്പ്യ കൊടുക്കാം, നിങ്ങളാണ് കൊടുക്കും വാങ്ങും ചെയ്തോടി, നമ്മളിൽ ഇടപെടുന്നില്ല. ഏത് ഈ രീതിയിൽ ശുദ്ധമായ തട്ടിപ്പ് ആലോചിച്ച് നോക്കാൻ തോലിക്കട്ടി അപാരം തന്നെ. അതായത് ഇറങ്ങാത്ത സാധനത്തിന് തിരുത്തിക്കണെന്നാണ് പറയാ. അപ്പൊ രസമുണ്ട്. ഇതിപ്പോ മടവൂരികളെ മാത്രം പരിപാടിയല്ല, ഇവിടെ വരുന്നുണ്ട്. മൂസലായി നാളെ കേട്ട് നിങ്ങൾ ധൈര്യണ്ടെങ്കിൽ പറയുന്നതിന് മറുപടി DTP എടുത്തൊന്ന് വായിച്ചിട്ട് വേണം. നമ്പൂരി ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞ മാതിരിയാണ്. നമ്പൂരി ടിക്കറ്റ് എടുത്തിക്കാണ്ട് മൂത്രയ്ക്കാൻ പോയി. അപ്പൊ സൂപ്പർ ഫാസ്റ്റിൽ ലോങ് പോവുകയാണ്. ആരോ നമ്പൂരി വെച്ചോ നിങ്ങള് വന്ന് സൂപ്പർ ഫാസ്റ്റ് പോകണ്ട്. പോവില്ല, സൂപ്പർ ഫാസ്റ്റ് പോലുണ്ട്, പോവില്ല, അമ്പള് വന്ന വണ്ടി പോവില്ല എന്ന് പറഞ്ഞു. ഇയാള് മൂത്രം കൊഴിച്ചപ്പോ വണ്ടി പോയിക്കണ്. അങ്ങനെ അപ്പൊ എന്തെങ്ങളല്ലേ പോകില്ലാന്ന്. വണ്ടി എങ്ങനെ പോവാ? ടിക്കറ്റ് ഇമ്പളെ കയ്യിലല്ലേ, ടിക്കറ്റ് ഇമ്പളെ കയ്യിലായിട്ട് കാര്യണ്ടോ? ചായ ഡ്രൈവറിന് തയ്യാറി ചോദിങ്ങള്. ഇറങ്ങാത്ത ജവാബ് എങ്ങനെ കൂട്ടിയ തിരിച്ചു വായിക്കാൻ? അങ്ങനത്തെ DTP ഉള്ളോട് ഞങ്ങൾക്ക് വായിക്കാൻ കഴിയോ? ആ തരം കറാമത്തൊക്കൊന്നും ഇപ്പൊ ഞങ്ങൾ എത്തിയിട്ടില്ലല്ലോ. എത്തുമ്പോ ഇൻഷാ അല്ലാഹ് അപ്പ നമുക്ക് മുന്നുക്കൊക്കെ നോക്കുവാ. ഇത് ശുദ്ധമായ തട്ടിപ്പ്. പിന്നെ തട്ടിപ്പ് പറഞ്ഞ വിഷയത്തിൽ ഇപ്പൊ മന്തുകൊണ്ട് അങ്ങോട്ടും പാഞ്ഞോണ്ട് ഇങ്ങോട്ടും വേണ്ടായിരുന്നാല് നിങ്ങളെല്ലാ ഗ്രൂപ്പും കണക്കാം. അത് സക്കരിയസ്വലായി പിടികൂടിയിരിക്കും നിങ്ങൾ അനസിന്റെ ഒരു തട്ടിപ്പ്. എന്നിട്ട് അനസ് നടത്തിയ ഒരു ചെറിയ തട്ടിപ്പിന്റെ രൂപം ഞാൻ പറയണില്ല. സക്കരിയ വിശദീകരിച്ചുകൊണ്ട് അനസിന്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്. അത് കേൾക്കുമ്പോ അനസ് പിന്നെ കരയുക. ആ കരച്ചിൽ ഞാൻ പിന്നിട്ട് തരാം. ആദ്യത്തെ